ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ യൂണിറ്റ് 2ലെ 4ാമത്തെ പാഠഭാഗമായ ഗർ എന്ന പാഠത്തിന്റെ 2ാം ഭാഗം, അതായത് പാർട്ട് 2. കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 പഠിച്ചു കഴിഞ്ഞു. ഈ പാഠഭാഗത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായി ഈ ഭൂമി മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും ഒരു ജീവിയെയും ഉപദ്രവിക്കരുത് എന്നും അവരോട് സ്നേഹത്തോടെ ജീവിക്കണമെന്നും നമ്മൾ പഠിച്ചു. അതായത് ആരിലൂടെയാണ് നമ്മൾ പഠിച്ചത്? ഫർഹാദ് എന്നൊരു നല്ല മനുഷ്യനിലൂടെ. അതായത് ഫർഹാദിന് ജീവികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫർഹാദ് ജീവികളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഈ ഫർഹാദിനെ കുറിച്ച് ചിപ്കലി, അതായത് പല്ലി, ഗിർഗിഡ്, ഓന്ത്, അതായത് ചിപ്കലി ഓന്തിനോട് ഫർഹാദിനെ കുറിച്ച് സംഭാഷണം നടത്തുന്നു. ഇതൊക്കെ നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിപ്കലി ഗിർഗിഡിനോട് പറയുന്നുണ്ട്, പണ്ട് ശ്രീമതി ശാന്തിദാസ് എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഭർത്താവ് സുശാന്ത്. ഇവരൊക്കെ ഞങ്ങളെ കണ്ടാൽ ആട്ടി ഓടിക്കുമായിരുന്നു. പക്ഷേ ഫർഹാദ് ഇങ്ങനെയല്ല, ഫർഹാദിന് ഞങ്ങളോട് നല്ല സ്നേഹമാണെന്നൊക്കെ അവർ തമ്മിൽ സംഭാഷണം നടത്തുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ഫർഹാദിനോടൊപ്പം പല്ലി, അതായത് ചിപ്കലി വാടക വീട്ടിലായിരുന്നു. ഇപ്പോൾ പുതിയ വീട് ഫർഹാദ് എടുത്തു. അതുകൊണ്ട് തന്നെ വീട് മാറാൻ പോവുകയാണ് നമ്മുടെ ചിപ്കലി. ഫർഹാദ് വീടെടുത്തപ്പം ഫർഹാദിന്റെ കൂടെ ചിപ്കലിയും വീട് മാറുന്നു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഭാഗം നമ്മുടെ പല്ലി പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുന്നതാണ്. അപ്പോൾ പല്ലി അവിടെ എത്തുന്നു. അവിടെയുള്ള സംഭാഷണങ്ങളൊക്കെയാണ് നമുക്ക് കേൾക്കാനുള്ളത്. എവിടെ എത്തി പല്ലി എന്ന് നോക്കാം. പേജ് നമ്പർ 27ാമത്തെ പേജിലേക്ക് വരിക. എന്നിട്ട് ടെക്സ്റ്റിലേക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് തുടങ്ങാം. ചിപ്കലി नीम सराय के मकान नंबर 205 के गेट पर पहुंची. दीवार पर चढ़ी. सुनो, എന്താ പറഞ്ഞ നോക്കാം. ചിപ്കലി നീം സരായിക്കെ മക്കാൻ. ചിപ്കലി, അതായത് നമ്മുടെ പല്ലി, നീം സരായിക്കെ മക്കാൻ. നീം സരായ് ഒരു പേരാട്ടോ. ആ നീം സരായ് കെട്ടിട നമ്പർ, മക്കാൻ നമ്പർ കെട്ടിട നമ്പർ, മക്കാൻ എന്ന കെട്ടിടം നമ്പർ 205 के गेट पर 205 ഗേറ്റിൽ പഹുഞ്ചി എത്തി. പഹുഞ്ചി എത്തി, പഹുഞ്ചിന എത്തുക. അതായത് ചിപ്കലി ഫർഹാദിന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നു. ഫർഹാദ് പുതിയ വീട്ടിലേക്ക് മാറി, അവിടെ ചിപ്കലി എത്തി. എന്നിട്ട് ചിപ്കലി ആ ഗേറ്റിൽ ദീവാർ പർ ചടി, അവിടെ എത്തുകയും ചുമരിലൂടെ ചാടി കയറി. ദീവാർ ചുമര്, ദീവാർ പർ ചുമരിന് മുകളിലൂടെ ചടി കയറി. ആ സമയത്ത് ചിപ്കലി കേൾക്കുന്നു, സുനോ, കേൾക്ക് എന്നൊരു സൗണ്ട് ചിപ്കലിക്ക് കേൾക്കാനിടയായി. ഹലോ എന്ന സൗണ്ട്. चिपकली ने चारों ओर नजर घुमाकर देखा कि आवाज किधर से आई. अरे और ऊपर, इधर कोने में. चिपकली ने कोने में देखते हुए कहा, मैम तो सोचती थी नए घर में मैम ही सबसे पहले पहुंच रही हूँ. तुम कब पहुंची? मैंने कल ही शिफ्ट किया है. നോക്കുക. ചിപ്കലിനെ ചാരോമർ നസർ ഗുമാക്കർ ദേക്ക. ഈ സുനോ എന്ന സൗണ്ട് കേട്ടിട്ട് ചിപ്കലി ചാരോമോർ 4 വശത്തേക്കും, നസർ ദൃഷ്ടി, ഗുമാക്കർ പതിപ്പിച്ചിട്ട് ദേക്ക നോക്കി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ഗുമാക്കർ, നസർ ദൃഷ്ടി, ഗുമാക്കർ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ദേക്ക നോക്കി. ആവാസ് കിദർസയായി. ആവാസ് സൗണ്ട്, കി എന്തെന്നാൽ ആവാസ് സൗണ്ട്, കിദർസെ എവിടെ നിന്ന്, ആയി വന്നു. അപ്പൊ വീണ്ടും കേട്ടു, അരേ എടാ, അവർ ഊപ്പർ അല്പം മുകളിൽ നോക്ക്, ഇതാ മുകളിലുണ്ട്. ഇതർ കോനേമേ, ഇവിടെതാ ഈ കോർണറിൽ. ശബ്ദം കേട്ട് ചിപ്കലിനെ കോനേമേ ദേഖ്തേ ഹുയേ കഹ. ശബ്ദം കേട്ട് ചിപ്കലി, നമ്മുടെ പല്ലി, കോനേമേ ആ കോർണറിലേക്ക് ദേഖ്തേ ഹുയേ നോക്കിക്കൊണ്ട് കഹ പറഞ്ഞു,
മേം തോ സോച്ച്തീതി, ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. മേം തോ, ഞാൻ, സോച്ച്തീതി, ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. നയേ ഗർമേം, നയേ പുതിയ, ഗർ വീട്, നയേ ഗർമേം പുതിയ വീട്ടിൽ, മേം ഹി ഞാൻ തന്നെയാണ്, സബ്സേ പഹലെ ഏറ്റവും ആദ്യം പഹുഞ്ച് രഹി എത്തിയത് എന്ന്. തും കബ് പഹുഞ്ചി, നീ എപ്പോഴാ എത്തിയത്? മേനെ കൽ ഹി ഷിഫ്റ്റ് കിയ, ഞാന് ഇന്നലെ തന്നെ ഷിഫ്റ്റ് ചെയ്തു എന്ന് ആരാ പറഞ്ഞത്? അതായത് മക്കടി ആരോട് പറഞ്ഞു? ചിപ്കലിയോട് പറഞ്ഞു. ഓക്കെ, മക്കടിനെ കഹ, മക്കടി പറഞ്ഞു, തോവർ കോൻ കോൻ ഹേ യഹാം, തോവർ കോൻ കോൻ ഹേ യഹാം, ഇനി ഇവിടെ ആരൊക്കെയുള്ളത്? ചിപ്കലിനെ പൂച്ച. ചിപ്കലി വീണ്ടും ചോദിച്ചു. दस 15 मक्खियां और 100 के आसपास मच्छर. അതായത് തോ और कौन कौन है यहाँ, ഇവിടെ ആരൊക്കെയാണുള്ളത്? ചിപ്കലിനെ പൂച്ച. ചിപ്കലി ചോദിച്ചു. ആ സമയത്ത് മക്കടി പറയാണ്, ചിലന്തി പറയാണ്, 10-15 മക്കിയാം, 10-15 മക്കിയാം ഈച്ചകളും, 100 के ആസ്പാസ് 100ഓളം, 100-നടുത്ത്, ആസ്പാസ് അടുത്ത്, 100 100ഓളം മച്ചർ കൊതുകും ഇവിടെയുണ്ട്. മക്കടിനെ ബതായ, മക്കടി പറഞ്ഞു. അപ്പൊ മക്കടിയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ചിപ്പരി, നമ്മുടെ ചിപ്കരിക്ക്. ആ സമയത്ത് എന്താണ് ചിപ്കലി എന്താ ചെയ്തത്? ഹായ്, ചിപ്കലിനെ മക്കി മച്ചരോം കി ഓർ ഹാത്ത് ഹിലാത്തെ കഹ. ചിപ്കലി എന്ത് ചെയ്തു? നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്ത് പറയും? ഹായ് എന്ന് പറയില്ലേ, അതുപോലെ കൈ കൊടുക്കില്ലേ, അതേപോലെ ഹായ്, ചിപ്കലിനെ മക്കി മച്ചരോം കി ഓർ ഹാത്ത് ഹിലാത്തെ കഹ. ചിപ്കലി ആ ഈച്ചകളെയും മച്ചറി, അതായത് കൊതുകിനെയൊക്കെ കൈ ഇങ്ങനെ ഇളക്കി കാണിച്ചു കൊടുത്തു, ഹായ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. എന്നിട്ട് എന്താ, എങ്ങനെയാണ് സൗണ്ട് ഇട്ടത്? ഹാം ഹൂം ഹി ഹി മക്കി മച്ചരോംനെ കുച്ച് ഗബരായി സി ഹസി ഹസ്തേ ഹുയേ ജവാബ് ദിയാ. എന്താ പറഞ്ഞത്? ഇത് കേട്ടപ്പം ഹാം ഹൂം ഹി ഹി എന്ന സൗണ്ടൊക്കെ ഇട്ടു ഇവര്. മക്കി ഈച്ചയും മച്ചരോംനെ, നമ്മുടെ കൊതുകുകളൊക്കെ, കുശ് കബരായിസി കുറച്ച് പരിഭ്രമത്തില്, ഹസി ചിരിച്ചിട്ട്, ഹസ്തയെ ചിരിച്ചുകൊണ്ട്, ജവാബ് ദിയ മറുപടി നൽകി. പിന്നെ വഹി മുഹാവര, ആ ഒരു പ്രയോഗം, വഹി മുഹാവരാണ് അവർ പ്രയോഗിച്ച അതേ ഹാം ഹും ഹി ഹി എന്ന ആ ഒരു പ്രയോഗം ദൊഹരായ ആവർത്തിച്ചു. ജോ ഇൻസാനോ മേം, ഏതൊന്നാണോ മനുഷ്യരിലൊക്കെ, ഇൻസാൻ മനുഷ്യരിലൊക്കെ ഖാസ പ്രചലിത് ഹേ, പ്രത്യേകിച്ച് എന്താണ് പറയുന്നത്, പ്രയോഗിക്കുന്നത്, പ്രചാരത്തിലിരിക്കുന്ന പോലെ, മനുഷ്യരൊക്കെ നമ്മളൊക്കെ പറയുന്ന പോലെ ഉള്ള ആ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. ഹം ജഹാം ജാനാ ചാത്തേ ഹേ, ഹം ജഹാം ജാനാ ചാത്തേ ഹേ, ഹമാരി ബദ്കിസ്മത്തി ഹംസേ പഹലെ വഹാം പൗഞ്ച് ജാത്തി ഹേ. അപ്പൊ ചിപ്കലി പറയണേ, ഹം ജഹാം ജാനാ ചാത്തേ ഹേ, ഹം നമ്മൾ, ജഹാം ജാനാ ചാത്താ ഹേ എവിടേക്കാണോ പോവാൻ ആഗ്രഹിക്കുന്നത്, ഹമാരി ബദ്കിസ്മത്ത് നമ്മുടെ ഈ ഒരു നിർഭാഗ്യം, ഹംസേ പഹലെ നമ്മളെക്കാൾ മുമ്പ് വഹാം പൗഞ്ച് ജാത്തി ഹേ അവിടെ എത്തിച്ചേരുന്നു. നമ്മൾ ഒരിക്കലും പോകാൻ വിചാരിച്ചാൽ അവിടെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ശത്രുക്കളായിട്ട് ഉണ്ടാവും എന്നർത്ഥം. അതാണ് പറഞ്ഞത്. അവരാദ്യം എത്തുന്നൊക്കെയാണ് ഇതിൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത്. ബദ്കിസ്മത്താണ് നിർഭാഗ്യം, ഭാഗ്യമില്ലാത്തത്. ഹംസേ, ഈ നിർഭാഗ്യവാന്മാരൊക്കെ എന്താണ്, ഹംസേ പഹലെ ബദ്കിസ്മത്ത് എന്താണ്, ഈ ഹംസേ പഹലെ വാഹമ്പോൾ നമ്മളെക്കാൾ മുമ്പ്, അതായത് തടസ്സം നേരിടുന്ന ഒരർത്ഥമാണ് അവിടെ. നമ്മൾ ശത്രുക്കൾ എത്തിച്ചേരുന്നു നമ്മളെക്കാൾ മുമ്പ് എന്നൊക്കെയാണ് ഇവിടെ നമുക്ക് അർത്ഥമാക്കാൻ പറ്റുന്നത്. ഓക്കെ, ചിപ്കലീനെ ജാന കൈസേ സുൻ, ചിപ്കലി ഇങ്ങനെയുള്ള കുറേ എന്താണ്, ചിപ്കലീനെ ജാനെ കൈസേ സുൻലിയ
അതായത് നമ്മുടെ മച്ചറിന് മനസ്സിലാക്കുന്ന മട്ടിൽ മച്ചറിന് മനസ്സിലാവുന്ന രീതിയിൽ ചിപ്കലി ഇങ്ങനെയൊക്കെ ആരോട് പറഞ്ഞു? മക്കടിയോട് പറയുന്നു. മക്കടിയോട് ഇതൊക്കെ പറയുന്നത് മച്ചറിനെ കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മച്ചരോംക്കെ സുൻതേകിയെ, അതായത് മച്ചർ കൊതുകിന് കേൾപ്പിക്കുന്ന രീതിയിൽ മക്കടിനേക്കാകിനരകെ, മക്കടി പറയാം ഇങ്ങനെയും പറഞ്ഞു. മക്കടിയോട് ആര്? ചിപ്കലി പറഞ്ഞു. കൊതുക് കേൾക്കത്തക്ക രീതിയിൽ മക്കടിയോട് ചിപ്കലി കഹിനരകെ പറയാൻ തുടങ്ങി. കുച്ച് ലോഗ് ഖുദ് തോ ലോഗോം കാ കുൻ ഹി പിയെ, കുച്ച് ലോഗ് കുറച്ചാളുകൾ, ഖുദ് സ്വയം, ലോഗോം കാ കുൻ ആളുകളുടെ, ഖൂൻ എന്ന ബ്ലഡ് രക്തം, പിയെ കുടിക്കുന്നു. പിന്നെ ദൂസരോം സെ ചാഹെ, പക്ഷെ അവര് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നു. എന്ത്? മറ്റുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? വേ ശാകാഹാരി രഹേ, അവര് പറഞ്ഞു കൊടുക്കണം ശാകാഹാരി രഹേ, വെജിറ്റേറിയൻ ആവണം എന്നൊക്കെ, അതായത് സസ്യഭുക്കുകളാവണം എന്നൊക്കെ അവര് പറയും. പക്ഷെ അവര് ചെയ്യുന്നതോ മനുഷ്യരുടെ രക്തം കുടിക്കുകയും ചെയ്യും. ഒന്ന് ചെയ്യും, അതായത് ഒന്ന് ഇങ്ങനെ ചെയ്യും, മറ്റൊന്ന് പറയും. അങ്ങനെ വാഹിരേ സമാനെ, എവിടുക്ക ഈ പോക്ക്? വാഹിരേ എൻ്റെ ഈശ്വര സമാന, ഈ ഒരു കാലഘട്ടം എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. നയേ മക്കാൻ की नई सफेद चक दीवार में पुताई की पपड़ी में से सिर निकालते हुए काली चेंडी ने कहा, आप लोग इतनी तेज आवाज में बात कर रहे हैं कि मेरे बच्चे सोने के बजाय करवट बदल रहे हैं. ओ माफ करना. चिपकली ने मकड़ी की तरफ सवालिया आंखों से देखते हुए कहा, पता नहीं कब से रह रही है. देखो തേജ് അങ്ങനെ എന്താ പറയുന്നത്? നയേ മക്കാൻ കി, പുതിയ കെട്ടിടത്തിന്റെ, നയേ മക്കാൻ കി, പുതിയ, മക്കാനാണ് കെട്ടിടം, നയന പുതിയ, പുതിയ കെട്ടിടത്തിന്റെ, നൈ സഫേദ്, പുതിയ, നൈ പുതിയ, സഫേദ് വെള്ള പൂശിയ, സഫേദ് ചെക്കന പൂശിയ, സഫേദ് വെളുത്ത, വെള്ള പൂശിയ, ദീവാർമേ ചുമരിൽ, പുത്തായിക്ക് പപ്പടി മേംസെ, അതായത് പെയിന്റ് ചെയ്ത ഭാഗങ്ങൾ അടർന്ന് വീണ ആ ഒരു ഭാഗത്ത് നിന്ന്, പെയിന്റ് ചെയ്തത് അടർന്ന് വീണ ആ ഭാഗത്ത് നിന്ന്, പുത്തായിക്ക് പപ്പടി മേംസാന പെയിന്റ് ചെയ്ത് അടർന്ന് വീട ആ ഒരു ഭാഗത്ത് നിന്ന്, സീർ നികാൽ തെഹിയെ, തല പിടിച്ചുകൊണ്ട്, സീർ നികാലിന തല പുറത്തേക്ക് എടുക്കുക, തല അങ്ങനെ പുറത്തേക്ക് എടുത്തുകൊണ്ട്, കാലി ചീണ്ടിനെ കഹ, ആ കാലി കറുത്ത ചീണ്ടിനെ കഹ, ആ ഉറുമ്പ് പറഞ്ഞു, ആപ്പ് ലോഗ് ഇത്തനി, താങ്കളെല്ലാ ആളുകളും ഇത്തനി ഇത്രയും, താങ്കൾ ഇത്രയും, തേജ് ആവാസ്മേം ഭയങ്കര സൗണ്ടിൽ, ബാത്ത് കർ രഹി ഹേ സംസാരിക്കുന്നുണ്ടോ നിങ്ങൾ? ഭയങ്കര സൗണ്ടിൽ, തേജ് ആവാസന ഭയങ്കര സൗണ്ട്, ബാത്ത് കർ രഹി ഹേ സംസാരിക്കുന്നു, സംഭാഷണം നടത്തുന്നു. അങ്ങനെ ചെയ്താൽ മേരെ വെച്ച് എൻ്റെ കുട്ടികൾ സോനയ്ക്ക് ബജായി ഉറങ്ങാതെ, അവരെ ഉറക്കിയിട്ടുണ്ട്, അവർ ഉറങ്ങാതെ കറോട് ബദൽ രേഹെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നു. നിങ്ങളെ സൗണ്ട് കേട്ട് അവർ ഉറങ്ങുന്നില്ല. സോന ഉറങ്ങുക ബജായി കൂടാതെ, ഉറങ്ങാതെ അവരെന്ത് ചെയ്യുന്നു? കറോട് ബദൽ രേഹെ, അങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ സൗണ്ട് ഒന്ന് കുറക്കാൻ അവരോട്, ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ടിൽ നല്ല സംസാരിക്കുകയാണ്. അതുകൊണ്ട് അവരോട് പറയണമെന്ന് സൗണ്ട് കുറയ്ക്കുന്നു പറയാം. ഓ, ഇത് കേട്ടിട്ട് ഇവര്, ഓ മാഫ് കർണ, ക്ഷമ ചോദിക്കുകയാണ് ഞങ്ങൾ. ചിപ്കലീനെ മക്കടീക്ക് തരഫ് സവാലി ആങ്കോംസെ ദേഖ്തേ കഹ, ചിപ്കലി പല്ലി മക്കടീക്ക് തരഫ്, ചിലന്തിയുടെ നേരെ സവാലിയ ആങ്കോംസെ ചോദ്യ രൂപത്തിലുള്ള ഒരു നോട്ടത്തിൽ ദേഖ്തേ നോക്കിക്കൊണ്ട് കഹ പറഞ്ഞു, പതാനേ കബ്സോരയെ, അറിയില്ല ഇവരെപ്പോഴാ അതൊക്കെ കൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. മേംബി പഹലി ബാർ ഹി ദേഖ് രേഹും, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. മേംബി ഞാനും, പഹലി ബാർ ആദ്യത്തെ പ്രാവശ്യമാണ്, ദേഖ് രഹിയെ ഇവരെ കാണുന്നത്. മക്കടിനെ ഫുസ്ഫുസാത്തെ ഹുയെ കഹ, മക്കടി പിറുപിറുത്തുകൊണ്ട്, കഹ ഫുസ്ഫുസാന മന്ത്രിക്കുക എന്നൊക്കെ പറയാം. എന്നിട്ട് മക്കടി മന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പം കാണാം ഇവരിവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പം കാണാന്ന് പറഞ്ഞു. ചായ് തയ്യാർ ഹേ, ആ സമയത്താണ് ചായ് തയ്യാർ ഹേ അവർ മേം പടോസിയോനയ്ക്ക് നാത്തെ പഹലി മുലാക്കാത്ത്, ചായ തയ്യാറാണ്, ഞാന് പടോസി ഹോനെസ്കെ
നാത്തെ പടോസി അയൽവാസി നൈബേഴ്സ് അയൽവാസി ആയത് നാത്തെ കാരണം പഹലി മുലാഖാത്ത് ആദ്യത്തെ കൂടിക്കാഴ്ചയുമാണല്ലോ നമ്മളുടേത്. ആ ഒരു മൗക്കേപ്പർ ആദ്യത്തെ കൂടിക്കാഴ്ചയുടെ മൗക്യ അവസരത്തിൽ മൗക്കാൻ അവസരം ആപ്പ് ദോനവുക്കോ താങ്കൾ രണ്ടുപേരെയും ഏക്ക് സാത്ത് ഒന്നിച്ച് ഞാൻ ബുലാരയെ സ്വാഗതം ചെയ്യുകയാണെന്ന് ആര് പറഞ്ഞു? തത്തയ്യ ബോലി കടന്നൽ പറഞ്ഞു. അപ്പൊ കടന്നൽ അവിടെ ഉണ്ടായിരുന്നു. കടന്നൽ പറഞ്ഞു നിങ്ങൾ രണ്ടാളും ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് ചായക്ക് വിളിച്ചുകൊണ്ട് പറയുന്നു. मकड़ी और छिपकली को खिड़की के पर्दे के पीछे ततैया का यहाँ आकर अच्छा ही लगा. और कौन कौन है यहाँ? छिपकली बोली. മക്കടി और छिपकली को ഈ ചിലന്തിക്കും പല്ലിക്കും ഖിടുക്കിക്ക് പർദ്ദേക്ക് പീച്ചെ ഖിടുക്കി ജനവാതിലിന്റെ പർദ്ദേക്ക് പീച്ചെ കർട്ടന് പിന്നിൽ തത്തയ്യാക്കെ യഹാ മാക്കർ ഇവിടെ നമ്മുടെ ഈ കടന്നല് ഇവിടെ വന്നത് അച്ചാഹിലക നല്ലതായിട്ട് തോന്നി. കാരണം ചായക്കൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തത്തയ്യ അവിടെ ഉള്ളത്, കടന്നൽ അവിടെ ഉള്ളത് ചിപ്കലിക്കും നമ്മുടെ മക്കടി ചിപ്കലി പല്ലി മക്കടി ചിലന്തി ഇവർക്കൊക്കെ തത്തയ്യോട് ഇഷ്ടം തോന്നി. അവർ കോൻ ഹേ യഹാ എന്നിട്ട് ചോദിച്ചു ആരൊക്കെ ഇവിടെ ഉള്ളത്? ചിപ്കലി ചോദിച്ചു. ചിപ്കലി തത്തയ്യ അതായത് കടന്നലോട് ചോദിച്ചു കോൻ ഹേ ഹാം ആരൊക്കെ ഇവിടെ ഉള്ളത്? ചിപ്കലി ബോലി പല്ലി ചോദിച്ചു. ज़्यादातर से तुम मिल हो चुकी हो, इनके अलावा एक तो चूहा है लेकिन वो पूरे समय नहीं रहता, आता जाता रहता है. वे कभी कभी 1, 2 या 3 दिन के लिए गायब भी हो जाता है. ज़्यादातर से तुम मिल हो चुकी മിക്ക ആളുകളെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ज़्यादातर മിക്ക ആളുകൾ, എല്ലാവരെയും കൂടുതൽ ആളുകൾ എന്നൊക്കെ പറയാം. തുമ്മിൽ ഹോച്ചുകി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇൻകെ അലാവ ഇത് കൂടാതെ, അലാവ കൂടാതെ ഇൻകെ ഇവരെ അലാവ കൂടാതെ ഏക് തോ ചൂഹാഹെ ഒരു എലിയും കൂടെ ഇവിടെ ഉണ്ട്. ലേക്കിൻ വോ എന്നാൽ അവർ ആ എലി പൂരെ സമയനയിരത്ത മുഴുവൻ സമയവും ഇവിടെ താമസിക്കാറില്ല. മുഴുവൻ സമയവും നെഹിരത്താഹെ രഹിന താമസിക്കുക, നെഹിരത്താഹെ ഇവിടെ താമസിക്കാറില്ല. ആത്ത ജാത്തരാത്തെ വരികയും പോവുകയും ചെയ്യുന്നു. ആന വരിക, ജാന പോവുക, രഹിന താമസിക്കുക. ആത്ത ജാത്ത രത്താഹെ വരികയും പോവുകയും ചെയ്യുന്നു. ഇവിടെ അങ്ങനെയാണ് താമസിക്കാറ്. കബി കബി വല്ലപ്പോഴും 1, 2 യാ 3 1, 2, 3 ദിൻ കേലിയെ പകലില് ഗായബി ഓ ജാത്താഹെ അവരെ കാണാറേ ഇല്ല. ഈ ഒരു എന്താണ് ഈ കൂടുതൽ സമയവും ഇവിടെ കാണാറേ ഇല്ല, എപ്പോഴെങ്കിലൊക്കെയാണ് കാണാറുള്ളൂ. ആരെയാണ്? ചൂഹ എലിയെ. എലി ഇവിടെ ഉണ്ട്, പക്ഷെ 2-3 ദിവസത്തിന് പകലൊന്നും ഇവിടെ കാണാറേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പം ചിപ്കലി ചോദിക്കുകയാണ് ക്യാ കാം കർത്താ ഹേ? ഗായബ് ബി ഹോ ജാത്ത എന്ന് പറഞ്ഞല്ലോ, അത് കാണാറേ ഇല്ല. ഇവിടെ കാണാറില്ല, അവിടുന്ന് അപ്രത്യക്ഷമാവുന്നു എന്നർത്ഥം. ഗായബ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക, അങ്ങനെ പറയട്ടോ. ക്യാ കാം കർത്താ ഹേ? വാഹ് സുനാ ഹേ, പത്രകാർ ഹേ. തബി ഉസ്കെ അലാവ കോയി और नहीं, और कोई भी नहीं है. चिड़िया भी आती है वैसा दिन में, लेकिन എന്താ പറഞ്ഞു നോക്കാം. ക്യാ കാം കർത്താ ഹേ വഹ് എന്താ അവന്റെ ജോലി എന്താ? സുനാഹെ കേട്ടിട്ടുണ്ട്, പത്രകാർ ഹെ റിപ്പോർട്ടറാണ് എന്ന്. അതായത് റിപ്പോർട്ടർ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോയി അവർക്ക് പുറത്തേക്ക് പോവേണ്ടി വരുമല്ലോ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് എലി പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് അവനെ പത്രകാർ എന്ന് പറയുന്നത്. പത്രകാർ ഹെ സുനാഹെ കേട്ടിട്ടുണ്ട്, പത്രകാർ ഹെ ഒരു റിപ്പോർട്ടറാണെന്ന്. തബി അപ്പോൾ ഉസ്കെ അലാവ അവനെ കൂടാതെ കോയി അവർ മറ്റാരെങ്കിലും, അവനെ കൂടാതെ മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടോ? ആ സമയത്ത് പറയാണ് നെയ്യില്ല, അവർ കോയി ബി നെയ്യേ മറ്റാരും ഇവിടെ ഇല്ല. ചിടിയാബി ആത്താഹെ ഒരു ചിടിയ ഒരു പക്ഷിയും വരാറുണ്ട്. ചിടിയാബി ആത്താഹെ പക്ഷിയും വരാം. വൈസാദിന്മേം അതും പകലിലാണ്. പക്ഷേ ഷാംകോ ചലി ജാത്തിയെ ഇത് പകലിൽ വരുന്നു. ഷാംകോ ചലി ജാത്തിയെ ലേക്കിൻ എന്നാൽ ഷാംകോ ചലി ജാത്തിയെ വൈകുന്നേരം അത് പോവും. ഏക് ഗിൽഹരി പിന്നെ ഒരു ഗിൽഹരി ഒരു അണ്ണാനുമുണ്ട്.
ഓ ബാഹ്റരതിയെ അത് പുറത്താണ് താമസിക്കുന്നത്. ഓ ബാഹ്റരതിയെ അത് പുറത്താണ് താമസിക്കുന്നത്. അന്തർരഹിനേവാല കേവൽ ഹംഹിഹെ അന്തർരഹിനേവാല ഉള്ളിൽ താമസിക്കുന്നവർ കേവലം ഹംഹിഹെ നമ്മൾ മാത്രം ആകുന്നു. और श्रीमान फरहाद चिपकली ने ततैया और मकड़ी दोनों की ओर देखते हुए पूछा. വീണ്ടും ചോദിക്കുകയാണ്, ശ്രീമാൻ ഫർഹാദ്, ഇവിടെ നമ്മുടെ മിസ്റ്റർ ഫർഹാദ് ഉണ്ടല്ലോ. ചിപ്കലിനെ തത്തയ്യ അവർ മക്കടി ദോനോക്കി ഓർ ദേക്തേയെ പൂച്ച. വീണ്ടും ചിപ്കലി തത്തയ്യ കടുന്നലിനെയും മക്കടി ചിലന്തിയുടെയും ദോനോക്കി ഓർ രണ്ടാളുടെയും നേരെ ദേക്തേയെ പൂച്ച നോക്കിക്കൊണ്ട് ചോദിച്ചു. ക്യാ തും ഉൻകി ബാത്ത് കർ രഹി ഹോ, നിനക്ക് ഇയാളെ കുറിച്ച് അറിയണോ, നമ്മുടെ ഫർഹാദിനെ കുറിച്ച് ബാത്ത് കർ രഹി ഹോ, നിനക്ക് പറഞ്ഞു തരണോ. ജോ ശരീർ പർ സേ ഏക് തരഹ്കെ കപ്പടെ ഉദാർക്കർ, ജോ എതിരാണോ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ശരീർ പർ സേ തന്റെ ശരീരത്തിൽ നിന്നും ഏക് തരഹ്കെ കപ്പടെ ഒരു തരത്തിലുള്ള വസ്ത്രം, കപ്പടെ വസ്ത്രം, തരഹ് തരം പോലെ, ഉദാർക്കർ അഴിച്ചിട്ട്, ദൂസരി തരഹ്കെ മറ്റു തരത്തിലുള്ള കപ്പടെ വസ്ത്രം, പഹൻതേ രഹത്തെ ധരിക്കുന്നു. പർ വോ എന്നാൽ അദ്ദേഹം കേവലം രാത്മേ രഹനേക്കേലിയെ രാത്രി താമസിക്കാൻ വേണ്ടി യഹമാത്താഹെ ഇവിടെ വരുന്നു. ഉസ്മേ ബി ജ്യാദാർ സമയ അതിൽ ജ്യാദാർ സമയ കൂടുതൽ സമയവും സോയേ രഹത്തെ ഉറങ്ങുന്നു. സോന ഉറങ്ങുക, സോയേ രഹത്തെ ഉറങ്ങുന്നു. ദോടി ദർക്കിലെ ജാഗ്തേഹെ കുറച്ചു സമയം ഉണരും, അദ്ദേഹം കുറച്ചു സമയം ഉണർന്നിരിക്കും. ജാഗ്ന ഉണരുക, ദോടി ദർ അല്പസമയം. തോ കിതാബുടാക്കർ എന്നാൽ ഉണർന്നാൽ എന്താ ചെയ്യാത്തോ കിതാബുടാക്കർ ആ സമയത്ത് കിതാബുടാക്കർ പുസ്തകം എടുത്തിട്ട് പഠന ലബ്ജാത്തായി പഠനത്തിൽ മുഴുകുന്നു. സച്ച് പൂച്ചത്തേത്തോ യഥാർത്ഥത്തിൽ ചോദിക്കുകയാണെങ്കിൽ, സച്ച് സത്യത്തിൽ, പൂച്ചത്തേത്തോ ചോദിക്കുകയാണെങ്കിൽ, ഓ അദ്ദേഹം ബഹുത്ത് തോടീസി ജഗ് ലേത്തേ, ബഹുത്ത് തോടീസി വളരെ കുറച്ച് ജഗ് സ്ഥലമാണ് ലേത്തേഹെ ഉപയോഗിക്കാറുള്ളൂ. ഈസ് മക്കാൻമേം ഈ കെട്ടിടത്തിൽ അമാരി തരഹ് ഞങ്ങളെപ്പോലെ ദീവാരവും ചുമരും കിടക്കിയും ജനവാതിലും ചത്ത് സേ അതായത് ടെറസിലൊന്നും ഉൻഖാസ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ലേനാ നെഹിഹെ ബന്ധമില്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഈ വക സ്ഥലങ്ങളിലൊന്നും ഒരു ബന്ധമില്ല. അദ്ദേഹം ഒന്ന് കിടന്നുറങ്ങും, ശേഷം ഒന്ന് കുറച്ചു നേരം വായിക്കും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും അദ്ദേഹത്തിന് ഒരു കാര്യം അദ്ദേഹം വേറെ ചെയ്യുന്നില്ല. തത്തയ്യാന കഹ കടുന്നൽ പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ 4ാമത്തെ പാഠഭാഗമായ ഗർ 2ാം പാർട്ട് പഠിച്ചു കഴിഞ്ഞു. പാർട്ട് 2 പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 പഠിച്ചു, ഇപ്പോൾ നമ്മൾ പാർട്ട് 2 പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പാർട്ട് 3 ആണ് പഠിക്കേണ്ടത്. അതോടെ പാഠഭാഗം അവസാനിച്ചു. ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം. എല്ലാവരും നന്നായി പഠിക്കുക. ക്ലാസ് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.